സംസാരിച്ചു നിൽക്കാൻ നേരില്ല. തനിക്ക് എന്തൊക്കെ പറ്റിയെന്ന് മനസ്സിലായി. ആവശ്യമുള്ള പണം വിഡ്രോ ചെയ്തെടുത്തോളൂ. പാവത്തിന് രാവിലെ ചെക്ക് കൊടുത്ത് ചെക്കാക്കിന്നാ തോന്നണേ. ഞാൻ ജാഫർ. ഇപ്പൊ നിങ്ങൾ കണ്ട ജോണില്ലേ, അവൻ നമ്മുടെ ദോസ്താണ്. അവനും എനിക്കൊക്കെ കുറെ പ്രോബ്ലംസ് ഉണ്ട്. അതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യാനുള്ള ഓട്ടത്തിലാണ് നമ്മ. എന്താണ്ട് ബാങ്ക് ഓഫ് ബൂട്ടിന്നാ? ബൂട്ടിന്നല്ലടാ, സ്കോട്ടിന്നാണ്. ഇതൊരു ആപ്പാണ്ടാ. ദേ, ഇങ്ങനൊരു ബാങ്കിനെ പറ്റി നീ എവിടെയും കേട്ടിട്ടുണ്ടാ? വെളുപ്പാൻ കാലത്ത് 60 ലക്ഷം രൂപയുടെ കറുത്ത കാറിലും വന്ന് വിലയില്ലാത്തൊരു ചെക്കും തന്ന് ആ ഫ്രോഡ് സ്കൂട്ടായതാണ്. ഇത് അവന്റെ സ്ഥിരം പരിപാടിയായിരിക്കും, ചെക്ക് കൊടുത്ത് സ്കൂട്ടാകല്. അവനാളുടായ്പാണ്ടാ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ജനാർദ്ദനെ വിളിച്ചു നോക്കാം. അപ്പൊ ഇത് ഉടായ്പാടല്ലെന്ന് അറിയാൻ പറ്റൂല. ഞാൻ ജനാർദ്ദനൻ, ജോനക പറമ്പിൽ ജനാർദ്ദനൻ. നിങ്ങളിപ്പോൾ കണ്ട ജോണും ജാഫറും ഒക്കെ ഇല്ലേ, അവരെന്റെ ക്ലോസ് ഫ്രണ്ട്സാണ്. ഇവന്മാർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഹലോ 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 മച്ച, നീ എവിടെയാണ്? നമ്മുടെ ജോണിനെ രാവിലെ 8ന്റെ പണി കിട്ടി, അറിഞ്ഞാ? എടാ, ഈ വണ്ടി കൊണ്ട് നിരിച്ചോണ്ടല്ല, ജോൺ 2 ചെക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ 3000 എഴുതിപ്പോയി. ഭാഗ്യത്തിന് വേറൊരു ചെക്കും കൂടിയുണ്ട്. ഈ ചെക്കിന്റെ ഡീറ്റെയിൽസ് എടുക്കണമല്ലോ. ബാങ്കിന്റെ പേരെന്താണ്? ബാങ്കിന്റെ പേര് ഒരുമാതിരി വല്ലാത്തൊരു പേരാണ്ടാ, ബാങ്ക് ഓഫ് സ്കോട്ടിയ. ചെക്കിന്റെ ആളുടെ പേര്, ഒരു മിനിറ്റാ, ദേവനാരായണൻ. ഫുൾ ഡീറ്റെയിൽസ് എടുത്ത് പെട്ടെന്ന് വിളിക്കണോട്ടെന്നാ. ആ, ജനാർദ്ദനൻ ജനാർദ്ദനൻ. ഹലോ, ഒരു മിനിറ്റ്. എടാ, പറഞ്ഞോ കേക്കാ. ഈ ദേവനാരായണനെ ആള് നിസ്സാരക്കാരനല്ല, പുലിയാണ്, പുലി. അയാൾക്ക് ഇന്ത്യയിൽ മാത്രമല്ല, അങ്ങ് വിദേശത്തും ബിസിനസ് ഒക്കെ ഉള്ള ആളാ. അയാൾ വല്ല കൊള്ളക്കാരനാണോടാ? കൊള്ളക്കാരന്റെ അച്ഛൻ ഫോൺ കൊടുക്കണ ജാഫറിന്റെ. എടാ, ഇവിടുത്തെ ബ്രാഞ്ചിൽ തന്നെ പുള്ളിക്ക് കോടികളുണ്ടടാ. ജാഫറെ, ഒരു വിലയില്ലെന്ന് നീ പറഞ്ഞ ചെക്കിന് വിലയിടാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ദൈവമായിട്ടാടാ ജോണിനെ അയാളുടെ മുമ്പിൽ എത്തിച്ചത്. നീ എന്താണ് ഉദ്ദേശിക്കണത്? ആവശ്യമുള്ള പണം എഴുതി എടുത്തോളാന്നല്ലേ പറഞ്ഞേ? എഴുതി എടുക്കളിയാ, നല്ലൊരു എമൗണ്ട്. അറിയാ, എന്നെ ഇവിടെ ഓർത്തോടെ. എടോ, ഓക്കേടാ മച്ചാ, എന്നാ നീ വെച്ചോ. ജാഫർ എന്നിട്ടില്ല. ഹലോ, വിളിക്കാൻ വേണ്ട സമയം വെച്ച് പോടൊന്നു. എടാ എടാ, നമുക്ക് എത്രയാണ് എഴുതേണ്ടത്? അതിലെഴുതിയിട്ടുണ്ടല്ലോ, അത് പോയി എടുക്കാം നമുക്ക്. 3000 കുലുവേ. ഡാ, നിനക്കൊരു വിലയില്ലെങ്കിലും ഈ ചെക്കിനും ഇതിന്റെ മുതലാളിക്കൊരു വിലയുണ്ട്. നീ വെറുതെ അയാളെ നാണം കെടുത്തരുത്. എടാ, ഈ ആക്സിഡന്റ് കൊണ്ട് എനിക്കോ എന്റെ വണ്ടിക്കോ കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ലെന്ന് നിനക്കറിയാലോ. പിന്നെ എന്തിനാ ഇതിൽ വെറുതെ കാശ് കൂട്ടി എഴുതുന്നേ? നിനക്ക് പലതും സംഭവിച്ചിട്ടുണ്ട്. ഒരു ഫുൾ ചെക്കപ്പ് ഈ ബോഡിയിൽ നടത്തിയാലറിയാം. ഹാർട്ട് കംപ്ലൈന്റ്, കിഡ്നി ഒരെണ്ണം അടിച്ചുപോയി. പിന്നെ ഈ കൈ, ഇതല്ലല്ല, ഈ കൈ കൊണ്ട് ഒന്നും ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിനക്ക്. ഇതൊക്കെ ആരുടെ കാര്യം നീ പറയണേ? അപ്പൊ നിനക്ക് മെമ്മറി ലോസും പിടിപെട്ടു. എടാ, നീ എന്തൊക്കെയാ പറയണേ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാ. ഇപ്പൊ ദൈവമായിട്ട് നമുക്ക് തന്നേക്കുന്ന ഒരു അവസരമാണ്. നീ എന്റെ കൂടെ നിന്നാ, ഞങ്ങളുടെ കൂടെ നിന്നാ, ഞാൻ എന്റെ ജനാർദ്ദന്റെ എല്ലാവരും നിന്റെ കൂടെ. നീ പേടിക്കണ്ട, നമ്മൾ പോകുമ്പോ ഒരുമിച്ച് കൂടാ, ജയിലിലേക്ക്. ഇപ്പൊ കിട്ടിയ അവസരം നീ കളയരുത്. നീ പ്രാർത്ഥിച്ച ഐശ്വര്യമായിട്ട് നല്ലൊരു എമൗണ്ട് എഴുതി മുത്തേ. ഒന്ന് എഴുതടാ നീ. അതൊക്കെ ശരി, പക്ഷെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള എമൗണ്ട് എഴുതുള്ളൂ. അത് മതി. നീ ഇപ്പൊ എത്രയാണ് എഴുതാൻ പോണ? ഞാൻ എഴുതിക്കോളാം. നിന്റെ വീടിന്റെ ബാധ്യത എത്രയാണ്? അത് നോക്കണ്ട, അത് 10-15 ലക്ഷം രൂപയുണ്ട്. മറ്റേ ഇസ്മയിൽ കട കാശ്, അണ്ണാച്ചിന്റെ പലിശ, പിന്നെ നമ്മുടെ ഈ ജനാർദ്ദന്റെ ചേട്ടനെ ജയിലിൽ നിന്ന് ഇറക്കണതിന്റെ വക്കീൽ ഫീസ്, ഒരു 3 ലക്ഷം ഉറുപ്പിക ചെയ്ത്. എനിക്കറിയാം, ഞാൻ എഴുതിക്കോളാം. എന്താണ് പിന്നെ 3000 എഴുതിക്കണ? നിനക്കെന്താ പ്രാന്താണോ? ഈ 3000 ആരാണ് നിനക്ക് വിഷം തന്നേക്കണത്? ആറാം പറഞ്ഞു. ഇത്രയും കാര്യങ്ങളൊന്നും പറഞ്ഞു കേട്ട് മനസ്സിലായില്ല നിനക്ക്? എടാ, 3000 ഇത് 6000 അല്ലേ? നിന്റെ മറ്റൊരു 6000. അപ്പൊ എനങ്ങളെന്നേ ഞാൻ എഴുതിക്കോളാം. 10, 100, 1000, 10000, ലക്ഷം. 3 ലക്ഷം. അത് കേട്ടുള്ള പരിപാടി മതി. 3 ലക്ഷം? ഇത് എത്ര നീ എഴുതിക്കണേ? 1, 10, 100, 1000, ലക്ഷം, 3 ലക്ഷം. 3 ലക്ഷം, 3 കോടി. എന്താണ്?
3 കോടി നീ എഴുതേക്കണേ. ഇതൊന്നില്ലെങ്കിൽ കീറിക്കളാം. നീ അയാൾ വേറെ ഒരു ഒപ്പിടാ. നീ വരുവതേ വാ. കേറ്, വണ്ടി കേറ്. എടാ അകത്താണ് കേസാണ്. വണ്ടി കേറാ, പോക്കെ പെട്ടെന്ന് കേറ്. രക്ഷിക്കണേ. തോക്ക് പിടിച്ച പതിവില് നമ്മളെ നോക്കണ്ടിട്ടോ. നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ വിട്ടോ. നമുക്കിവിടെ പുറത്തൊരു സെക്യൂരിറ്റി ആവശ്യമാണ്. എന്തെങ്കിലും ആവശ്യമുണ്ട് വിളിച്ചാൽ മതി. ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഇവിടെ ഉണ്ടാവുന്നു. എങ്കിൽ നീ പോയിട്ടോടാ. എടാ എന്നെ ഒറ്റയ്ക്കുണ്ടോ വിശ്വസിക്കൂല. വാഴ ഒന്ന് ചെറിയടാ. ഞാൻ വന്നോ. എന്റെ പള്ളി, എന്നെ കാക്കണേ. പണിയാവൂ. നമുക്ക് തിരിച്ചു പോടാ. എനിക്ക് എന്തൊരു പേടി തോന്നലട്ടാ. തിരിച്ചു പോകാനാണെങ്കിൽ എന്തിനാടാ ഇപ്പൊ വന്നേ? രണ്ടിലൊന്നും അറിഞ്ഞിട്ട് ഞാൻ ഉള്ളു. നീ വേണം പൊക്കോ. ആ ചെക്കങ്ങട് വാടാ. വാ, നീ വാ. ഞാൻ വന്നോ. മനുഷ്യർ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോ തവല കൂട്ടുന്ന താളം പിടിക്കുന്നല്ലടാ, പിന്നെ കൈ വിറയ്ക്കുന്ന. ഇത് പ്രശ്നവും. നമുക്കിവിടുന്ന് പോവാം. അയാളുടെ മോന്ത കണ്ടാ അറിയാം. എടാ നീ ധൈര്യമായിട്ടിരിക്കടാ. ഞാനിടാ നിന്റെ കൂടെ. ഹലോ ഡോക്ടറല്ലേ? ഞാൻ വാസുദേവ ഡോക്ടറെ തരുന്ന മരുന്നൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ സംസാരത്തിന്റെ ക്ലാരിറ്റി അങ്ങോട്ട് ശരിയായി വരുന്നില്ല. കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള മരുന്ന് എന്തെങ്കിലും തരാമോ ഡോക്ടർ? എങ്കിൽ എൻ്റെ സംസാരം ചിലപ്പോൾ ശരിയായി വരും. ഹലോ 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 വച്ച അല്ല, അവര് തന്നതാ. അയാള് പോലീസിനെ വിളിക്കാന്ന് ഉറപ്പാ. എടാ നമുക്കിവിടുന്ന് പോവാം. ഞാൻ ഉണ്ടല്ലോ ഭായി. നമ്മൾ എന്തിനാണ് ഇങ്ങനെ പേടിക്കണേ? ദേവനാരായൺ സൈൻ ചെയ്ത് ചെക്ക, അല്ലാതെ നമ്മൾ കള്ളൊപ്പിട്ടൊന്നും അല്ലല്ലോ. നീ ധൈര്യമായിട്ടിരിക്കും. ഹലോ ഹലോ, ദേവനാരായണ സാറല്ലേ? അതെ, ദേവനാരായൺ തന്നെയാ. ഞാൻ കുമത്താണ്. 3 കോടിയുടെ ക്യാഷ് ഇതേ 3 കോടിയുടെ ക്യാഷ് ചെക്ക് ഇഷ്യൂ ഇട്ടുണ്ടാ? ആ, ഞാൻ കൊടുത്തുവിട്ട ചെക്കാണ്. പാസ്സാക്കിക്കോളൂ. ഞാൻ ഏറ്റു സാർ. വേറൊന്നുമില്ലല്ലോ. ശുംഭൻ. ഹലോ ഹലോ കൂടെ സാർ. നിങ്ങളിൽ ആരാ ജോൺ? ഞാന് ദേവനാരായണന്റെ ആരാ സാറ് ചോദിക്കുന്നേ? അത് ഒരു ആക്സിഡന്റിൽ. അല്ല, കസിനാണ് സാർ. കസിൻ. കസിൻ. ഹായ്. കൈ കൊടു, കൈ കൊടു. Just walk that with me. I'm coming. Oh, don't come up. Very please. It's my pressure. Sir, ഒരു സെക്കൻഡ്. 1 second. സാറേ, യുവമാരെ കൊണ്ട് നമുക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യിച്ചാലോ? ഇയർ എൻഡിംഗ് ഒക്കെ വരുമല്ലേ?
open here. Come. മിസ്റ്റർ ജോൺ, ഇത്ര എമൗണ്ട് ഇപ്പോൾ ഇവിടെ ഇല്ല. മെയിൻ ബ്രാഞ്ചിൽ പോകണം, ക്യാഷ് കളക്ട് ചെയ്യണം. അതിന് 1 മണിക്കൂർ സമയം വേണ്ടി വരും. ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിലൂടെ കാശ് എടുക്കാമല്ലോ. നല്ലൊരു എമൗണ്ട് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇടുകയും ചെയ്യാം. ഓക്കെ. Okay. ഓക്കെ അല്ല സർ, ഞങ്ങൾക്ക് ക്യാഷ് മുഴുവൻ ഇപ്പം തന്നെ കിട്ടണം. അക്കൗണ്ട് ഓപ്പൺ ചെയ്യലൊക്കെ പിന്നൊരിക്കലാവാം. അതെ. സാർ, അക്കൗണ്ട് എടുപ്പിക്കൽ പാളി. ഇനി ഇൻഷുറൻസ് എടുപ്പിക്കാൻ ശ്രമം നടത്തിയാലോ? Everything that you take a bath. Take a bath. വെയിറ്റ് ചെയ്യ്. എന്തിനാണ് പിള്ളേ ടെൻഷൻ ആവണേ? ഞാൻ ഇരിക്കില്ലേ? ഇവിടെ എങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എന്താണ് ഇത്ര നേരം? കുറെ സമയമായില്ല. അല്ല, നീ ലോക്കായി അവര്. കാശും കൊണ്ട് അവന്മാര് പുറകിലൂടെ എങ്ങാനും മുങ്ങിയ. ഞാൻ ചെയ്താലും അവന്മാരെ ചെയ്യൂല. പോലീസല്ല, പട്ടാളമുള്ള AK-47. പഠിച്ചോനെ, അവന്മാരുടെ കാര്യത്തിൽ തീരുമാനമായിട്ട് ചാവിയോടെ തുറക്കണില്ലല്ലോ. റബ്ബേ, പുറത്തായതുകൊണ്ട് രക്ഷപ്പെട്ട്. ഇവ ഇവിടെ ഓട്ടോ എവിടെ ഇട്ടിട്ട് എവിടെ പോയി കിടക്കാണ്? പട്ടാളം പോയാ? ആരെണ്ട നോക്കണ? കുഴപ്പമായാ? എടാ, നീ ഇതെവിടെ പോയി കിടക്കരുന്ന്? ഞാൻ വാച്ചിങ്ങിലല്ലേടാ നിങ്ങൾക്ക് വേണ്ടിട്ട്. വാച്ചിക്ക? നീ എന്തിനാടാ അണയ്ക്കണ? ആകാംക്ഷ കൊണ്ട് ചെമ്പ് മുഴ കിട്ടിയാ? കിട്ടിയാ? കിട്ടിയടാ. ഉമ്മാണാ? നിങ്ങ വഞ്ഞണ്ടാ? ഞാൻ പോണില്ല. താനെന്താ ഇതുവരെ വൃത്തിയുള്ള ആൾക്കാരെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്ര വൃത്തിയുള്ള ആൾക്കാരെ ആദ്യമായിട്ട് കാണുമോ? താങ്ക് യു. വെയിറ്റ് ചെയ്യ്. അളിയ, യഥാർത്ഥത്തിൽ നമ്മളല്ലേ ഗുണ്ടകള്? അതെ. അവന്റെ നോട്ടവും ഭാവവും കണ്ടു കഴിഞ്ഞാൽ അവനാണ് ഗുണ്ടെന്ന് തോന്നും. ഇനി ഇവന്റെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ചു കൂട്ടും. ഞാനും. ഒന്നും മനസ്സിലാവില്ല പോലും. ഇതേ കൂടുതൽ പറഞ്ഞു May I come in, sir? മനസ്സിലാക്കാൻ. സാർ, ഞാൻ അവര് സ്ലോ മോഷനിൽ നടന്നു വരാൻ ഇവന്മാരാരാ? അമൽ നീരുതിന്റെ പടത്തിലെ നായകന്മാര്. പെട്ടെന്ന് വാടാ. ഇല്ല, ഈ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല. അതുകൊണ്ട് ചെക്ക് പാസ്സാവൂല്ല. ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം. എത്ര ശ്രമിച്ചാലും എനിക്ക് ഇങ്ങനെ പറയാനോ പറ്റൂല. സാർ എത്ര പറയാൻ ശ്രമിച്ചാലും ഇത്രേ പറയാൻ പറ്റൂ. ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഈ അക്കൗണ്ടിൽ പൈസ ഇല്ല, അതുകൊണ്ട് ചെക്ക് പാസ്സാവാൻ പറ്റൂല. പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി, തിരിച്ചിങ്ങോട്ടൊന്നും തരാൻ നിൽക്കണ്ട.
ഞങ്ങൾക്ക് കുറെ കിട്ടിയിട്ടുള്ളതാണ്. ഈ അക്കൗണ്ടില് ബാലൻസ് ഉള്ള ആളല്ല വേറെ ആളാണ് ചെയ്യുന്നത്. അതായത് ഈ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടായിരുന്നു. രണ്ട് ചെറുപ്പക്കാർ കുറച്ചു മുമ്പ് ഒരു ചെക്കുമായി വന്ന് 3 കോടി രൂപ വിഡ്രോ ചെയ്തു. അവന്മാരെങ്ങനെ ഇരിക്കും? അവന്മാരെങ്ങനെ ഇരിക്കും എനിക്ക് അറിഞ്ഞു. അവന്മാര് നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഷർട്ടിൽ നിന്ന് കൈവിട്ടാലേ എന്തെങ്കിലും പറയാൻ പറ്റൂ. അതെന്താണോ നിന്റെ ഷർട്ടിലാണോ വായിരിക്കുന്നത്? ഷർട്ടിലല്ലേ ഇരിക്കുന്നത്, വാവായി തന്നെ ഇരിക്കുന്നത്. എന്താണ് അവന്മാരുടെ പേര്? ജോൺ ജോൺ. ആരാടാ ഈ ജോൺ? ആരാടാ ഈ ജോൺ? ആരാടാ ഈ ജോൺ? ആരുടെ ജോൺ? അവര് രണ്ടുപേരുണ്ടായിരുന്നു, അതിൽ ഒരാളാണ് ഈ ജോൺ. കാശ് എടുത്തോണ്ട് അവര് പോയി. ബോസിനെ വിളിക്കണം. ബോസ്, അവൻ നമ്മളെ ചീറ്റ് ചെയ്തു. ആ ദേവനാരായണൻ തന്ന ചെക്ക് വണ്ടി ചെക്കാണ്. അപ്പൊ അവൻ നമ്മളെ ചതിക്കായിരുന്നല്ലേ? ഒരു ചെക്ക് തന്നു നീ എന്നെ ചീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചല്ലേ? ഇതിന് നിനക്കുള്ള ശിക്ഷ മരണമാണ്.